ഹായ് ഓൾ, വെൽക്കം ടു ഡേ 1 ഓഫ് ഡോക്യുമെൻറ്റിങ് മൈസെൽഫ്. ഈ ഡേ 1 ഓഫ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞത് ഒരു നുണയാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഒന്നുമല്ല എന്നെ തന്നെ ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. ഞാൻ കുറേയൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വഴി കറങ്ങിയിട്ടുണ്ട്. കുറേയൊക്കെ ഇപ്പോഴും എൻ്റെ ഗാലറി കിടപ്പുണ്ട്. എന്നാലും ഞാൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കായിട്ട് ആദ്യമായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ പേര് അമലു. ഞാനൊരു രാജക്കാടുകാരിയാണ്. ബട്ട് ഇപ്പം ഞാൻ താമസിക്കുന്നത് ഇങ്ങ് ബെൽജിയത്തിലാണ്. അങ്ങ് ഏലക്കാരുടെ നാട്ടിൽ നിന്നും ഇന്ന് ഇവിടെ ചോക്ലേറ്റുകളുടെ നാട്ടിൽ ജീവിക്കുന്നു. ഞാനിവിടെ ഒരു മാസ്റ്റേഴ്സ് സ്റ്റുഡൻ്റാണ്. ഡൂയിങ് മൈ സെക്കൻഡ് ഇയേഴ്സ് ഓഫ് മാസ്റ്റേഴ്സ് ഇൻ മോളിക്കുലർ ബയോളജി. അതും ഒരു ബെൽജിയം പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് ഞാനിവിടെ പഠിക്കുന്നത്. എൻ്റെ ഈ അടിക്കുപിറക്കൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും, വാവ് എന്ത് നല്ല അച്ചടക്കമുള്ള കുട്ടി. അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്കെൻ്റെ ലൈഫിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ക്ലീനിങ് ആണ്. അതും റൂം ക്ലീനിങ്. പിന്നെ ഞാൻ ചെയ്യുന്നൊരു സാധനം ബാത്റൂം ക്ലീനിങ് ആണ്. പണ്ടൊക്കെ അമ്മ പണി കഴിഞ്ഞ് വരുമ്പോൾ അമ്മേനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കിച്ചൺ വൃത്തിയാക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. പിന്നെ ആയപ്പോൾ അതും കഴിയാണ്ടായി. അതാണ് ഒരവസ്ഥ. അവിടെ ഒറ്റയ്ക്കൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് 2 ആഴ്ച കൂടുമ്പോൾ ഉള്ളൊരു മിന്നൽ പ്രഹസനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഞാൻ എന്നെ തന്നെ ഡോക്യുമെൻ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ നമ്മുടെ പേരൻസ് നമ്മുടെ അടുത്ത് പറയത്തില്ലേ, ഞങ്ങൾ മല താണ്ടി പുഴ താണ്ടിയാണ് സ്കൂളിലൊക്കെ പോയി പഠിച്ച് ഇത്ര വളർന്നു വന്നേന്ന്. അതേപോലെ തന്നെ ഭാവിയിൽ നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയാം, കണ്ടാ ഞങ്ങളിത്ര കഷ്ടപ്പെട്ടാണ് പഠിച്ച് ഈ നിലയ്ക്കെത്തിയെന്ന്. അതേത് നിലയാന്ന് അന്നേരം കണ്ടാലേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ നല്ല വാതോരാതെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ വീഡിയോയ്ക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അതത്ര എളുപ്പമുള്ള പരിപാടിയല്ലേ ഹേ. എനിക്ക് ഞാൻ ഒരാളെ കാണിച്ചു തരാം. മീറ്റ് മിസ് അമ്മണിക്കുട്ടി. ഒരു ജൂൺ മാസത്തിൽ എൻ്റെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ഞാൻ വിളിച്ചുകൊണ്ട് വന്നാണ് അമ്മണിക്കുട്ടീനെ. ചെടിയുടെ പേരും നാളൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഒരു പിങ്ക് കളർ പൂവായിരുന്നു. അപ്പം പണ്ട് വാഴയ്ക്ക് മുട്ട കൊടുക്കുന്ന പോലെ ഞാനൊരു സ്പൂൺ മുട്ടൊക്കെ അമ്മണിക്കുട്ടിക്ക് കൊടുത്തു നോക്കി. ബട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അമ്മണിക്കുട്ടി മരിച്ചു പോച്ച്. അപ്പം ഇത്രേ ഉള്ളൂ. ബാക്കി കഥ പിന്നെ പറയാം.